Hi students, ഇന്ന് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ്റെ എന്താ പറയുക, അതിൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ്. ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ അഫക്ട് ചെയ്യുന്നത്? ഏതെല്ലാം റേറ്റ് ഓഫ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒന്ന്, നമുക്കറിയാം റിയാക്ഷൻ നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് പഠിച്ചാണ്. ഒരു റിയാക്ഷൻ എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് എന്താണ്, വിൽ ബി ഹയർ അല്ലേ? അതാണ് ഹയർ ആയിരിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും, പ്രൊഡക്ട്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഗ്രാഫിൽ നമ്മൾ റിയാക്റ്റൻസിന്റെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചത് അല്ലെ. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ടൈമിലും എന്താണ് പറയുന്നത്, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ റിയാക്ഷന്റെ റേറ്റും കുറയും. ലാസ്റ്റ് എത്തുമ്പോൾ എന്താ പറയുന്നത്, റിയാക്ഷന്റെ റേറ്റ് വളരെ കുറയുന്നു. റിയാക്റ്റൻസ് കുറഞ്ഞ് റിയാക്റ്റൻസ് തീരാറാകുമ്പോൾ റിയാക്ഷന്റെ സ്പീഡും കുറയുന്നു. അതാണ് നമ്മൾ ആ ഗ്രാഫ് വരച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, റേറ്റ് ഓഫ് റിയാക്ഷൻ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചാണ് അതിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാവുന്ന റേറ്റിൽ സ്പീഡ് അല്ലെ, റേറ്റ് ഓഫ് റിയാക്ഷൻ അഫക്ട് ചെയ്യുന്ന ഒന്നാമത്തതാണ് കോൺസെൻട്രേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം കോൺസെൻട്രേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അല്ലെ. റിയാക്ടിംഗ് സ്പീഷീസ് അഥവാ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനെ അഫക്ട് ചെയ്യും. അപ്പോൾ അതാണ് ഒന്നാമത്തത്. Higher the concentration means higher the rate of reaction. Lower the concentration of reactants means lower the rate of reaction. അല്ലേ? റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ പറയുന്നത്, with the passage of time the concentration of the reacting species decreases. As a result the rate of a chemical reaction also decreases. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്തതാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇത് രണ്ട്, nature of the reactant, nature of reacting species. reacting species അതായത് റിയാക്ട് ചെയ്യുന്ന റിയാക്റ്റൻസിന്റെ നേച്ചറിന്റെ അടിസ്ഥാനം എടുത്തിരിക്കുന്ന റിയാക്ടിങ് ഏതാണ് കോമ്പൗണ്ട് സബ്സ്റ്റൻസ് എടുത്തിരിക്കുന്നത് അതിന്റെ നേച്ചറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലപ്പോൾ അതിനെ എനർജി കൊടുക്കേണ്ട, ഹീറ്റ് കൊടുക്കേണ്ട നേച്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആണോ എൻഡോതെർമിക് റിയാക്ഷൻ, പല നേച്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, നേച്ചർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്, റിയാക്ട് ചെയ്യുന്ന സ്പീഷീസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്നാമത്തതാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, രണ്ടാമത്തത് നേച്ചർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ആണ്. മൂന്നാമത്തത് ടെമ്പറേച്ചർ ഓഫ് ദ റിയാക്ഷൻ. നമുക്ക് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയും, റിയാക്ഷന്റെ സ്പീഡ് കൂടും. പൊതുവെ മിക്ക റിയാക്ഷനിൽ നമുക്ക് സ്പീഡ്, മോളിക്യൂൾസിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി മോളിക്യൂൾസ് ആസ് പെർ കൊളീഷൻ തിയറി റിയാക്റ്റീവ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണം. എന്താ പറയുക, കൊളീഷൻ ആസ് പെർ കൊളീഷൻ തിയറി. അപ്പോഴാണ് പ്രൊഡക്ട്സ് പോകുന്നത്. രണ്ട് റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ രണ്ട് റിയാക്റ്റൻസിന്റെയും മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണം ആസ് പെർ കൊളീഷൻ തിയറി പ്രകാരം. അങ്ങനെയാണ് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എനർജി വേണം അവർക്ക്, കൊളൈഡ് ചെയ്യണം, ദേ നീഡ് എനർജി. So if we increase the temperature of the reacting species, the collision can be enhanced. As a result, product will easily form. അല്ലേ, പ്രൊഡക്റ്റ് വളരെ എളുപ്പത്തിൽ ഫോം ചെയ്യും. സോ മൂന്നാമത്തെ നമുക്ക് എഴുതാം ടെമ്പറേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ്. ടെമ്പറേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ്, റിയാക്റ്റൻസിന്റെ ടെമ്പറേച്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, രണ്ട് നേച്ചർ ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസ് ഓഫ് റിയാക്റ്റൻസ്, തേർഡ് ടെമ്പറേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രസൻസ്, അതും അറിയാം നമുക്ക്. നിങ്ങൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ റിയാക്ഷൻ നടക്കുമ്പോൾ രണ്ട് റിയാക്റ്റൻസുകൾ കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഫോം ചെയ്തതിന് മുന്നേ അല്ലേ നമുക്കൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറയും, ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് എനർജി കൂടുതലാണ്. അപ്പോൾ എളുപ്പത്തിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുന്നത്, ഒരു ലോവർ പാത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കാറ്റലിസ്റ്റ് ആഡ് ചെയ്യും. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 10th 9th പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റീസ്.
റിയാക്ഷന്റെ എന്താ പറയുക സുഗമമാക്കുന്നു. ഇറ്റ് മേക്സ് ദ പാത്ത് അല്ലെ ഈസിയർ പാത്ത് ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ്. പെട്ടെന്ന് തന്നെ പ്രൊഡക്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു പാത്ത് എന്താണ് അത് ഫോം ചെയ്യിച്ച് തരികയാണ്, അത് സാധ്യമാക്കി തരികയാണ് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് അല്ലെ. പ്രസൻസ് നാലാമത്തെ അത് റിയാക്ഷന്റെ റേറ്റിനെ എന്താണ് സുഗമമാക്കി തരുന്നു അല്ലെ. പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, presence of catalyst. The next exposure to radiations. Exposure to radiations. പല റിയാക്ഷൻസും എന്താ പറയുന്നത് ഫോട്ടോ റിലേറ്റഡ് ആയിരിക്കാം. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ റേഡിയേഷൻസ് നമുക്ക് റേഡിയേഷൻസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അതൊക്കെ റേഡിയേഷനിൽ നിന്ന് എനർജി കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഫോട്ടോൺസ് ഉണ്ട്, ഒരു ക്വാണ്ടംസ് ഓഫ് എനർജി, ഫിക്സ്ഡ് മാസ് ഓഫ് എനർജി ഉണ്ട്, ക്വാണ്ടിറ്റി ഓഫ് എനർജി ഉണ്ട് അല്ലെ. ആ എനർജി റേഡിയേഷനിൽ നിന്നും ഈ ഫോട്ടോൺ ആണെങ്കിൽ ലൈറ്റിന്റെ കേസാണെങ്കിൽ ഫോട്ടോൺ, അല്ലാത്ത ലൈറ്റ് അല്ലാത്ത റേഡിയേഷൻ ആണെങ്കിൽ ക്വാണ്ടം അല്ലെ, ക്വാണ്ട എന്ന് പറയും. ഒരു ക്വാണ്ടത്തിന് ഹാസ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് എനർജി. സോ ദിസ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് എനർജി ക്യാൻ given to the reacting species എന്താണ്, so as to make collision between the reactants or reactive molecules അല്ലേ, എന്താണ് results the formation products. അപ്പോൾ അവിടെ റേഡിയേഷനും എനർജി കൊടുക്കുന്നതാണ്, അവിടെ ഇത് എനർജി കൊടുക്കുന്നുണ്ട്, ടെമ്പറേച്ചർ എനർജി കൊടുക്കുന്നുണ്ട്, 3ഉം 5ഉം ഒക്കെ എനർജി കൊടുക്കണം. പിന്നെ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് മേക്സ് ദ എന്താണ് ഈസിയർ പാത്ത് ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് ഫസ്റ്റ് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ഓർ റിയാക്ടൻസ്. രണ്ടാമത്തത് നേച്ചർ ഓഫ് ദ റിയാക്ടൻസ്. മൂന്നാമത്തത് ടെമ്പറേച്ചർ ഓഫ് ദ റിയാക്ടൻസ്. നാലാമത്തത് പഠിച്ചിരിക്കുന്നത് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അഞ്ചാമത്തത് എക്സ്പോഷർ ടു റേഡിയേഷൻസ്. നമുക്ക് ഇത്രയും നോക്കിയാൽ മതി, അധികം ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട ഇത്രയും പോർഷൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ്. ഇനി നിങ്ങൾക്ക് സാധാരണ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുള്ളതാണ്. കോൺസെൻട്രേഷൻ നോക്കാം, ഇവിടെ കോൺസെൻട്രേഷൻ, ഇവിടെ കാണിച്ചിട്ട് ടൈം, ഇവിടെ കോൺസെൻട്രേഷൻ അല്ലെ, കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ റിയാക്ടൻസ് ഇതാണ് ഗ്രാഫ് അല്ലെ. റിയാക്ടൻസ് കോൺസെൻട്രേഷൻ നോക്കുക, ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, റിയാക്ഷൻ നടക്കുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് റിയാക്ടൻസിന്റെയാണ് ഈ ഗ്രാഫ്. പ്രൊഡക്ട്സ് ആണെങ്കിൽ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ, സ്റ്റാർട്ടിംഗ് ടൈമിൽ 0 കോൺസെൻട്രേഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, പിന്നെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രൊഡക്ട്സിന്റെയാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻക്രീസസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിക്രീസസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. ടൈമിനനുസരിച്ച് ഇതാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യം എടുക്കുമ്പോൾ ഒരു റിയാക്ടൻസിന്റെ എന്താ പറയുക മാസ് കൂടുതലായിരിക്കും, അതായത് കൂടുതൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ വി ഹാവ് എ ജനറലൈസേഷൻ of a qualitative relationship between reaction rate of reaction, qualitative relation between rate of a reaction and the concentration of reactants, concentration of reactants. അതായത് for hypothetical reaction A plus B gives product ഫോം ചെയ്യുന്നു വിചാരിക്കാം. or C പ്രൊഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, ഒരു C ആണ്, C plus D. ഇതാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ വിചാരിക്കുക. ഇതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ അതിന്റെ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ്. പ്രൊഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ, പ്രൊഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസ് എന്നാ പറയുന്നത്. ഇതാണ് ഒരു ജനറലൈസേഷൻ പറയുന്നത്. വി ഹാവ് ജനറലൈസേഷൻ of qualitative relationship between ആരൊക്കെ തമ്മിലാണ് qualitative relationship between rate of a reaction and the concentration of the reactants. ഒരു റിയാക്ഷന്റെ റേറ്റും റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും തമ്മിലൊരു ജനറലൈസേഷൻ ഉണ്ട്. ദാറ്റ് ജനറലൈസേഷൻ ഇസ് കോൾഡ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ജനറലൈസേഷനെ വിളിക്കുന്നതാണ്. സോ ദിസ് ജനറലൈസേഷൻ ഇസ് ദ
qualitative relationship between rate of a reaction and the concentration of the reactants. ഇതാണ് ആ ജനറലൈസേഷനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ molar concentration of product of the molar concentration of reacting species in the molar concentration adine product of the molar concentration of the reacting species with each concentration term raised to the power equal to the power equal to the numerical coefficient or stoichiometric coefficient of that species in the chemical reaction. ഇപ്പോൾ ഇവിടുത്തെ പവർ എത്രയാണ്? ഒന്നും കാണിച്ച 1 ആണ്. ഇവിടുത്തെ പവർ 1 ആണ്. അതുകൊണ്ട് ഇതിന്റെ പവർ 1 ആയിരിക്കണം. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ തരികയാണെങ്കിൽ എന്താ, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണ് തരുന്നതെങ്കിൽ നോക്കുക, AA plus BB gives CC plus DD. ഇതാണെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ directly proportional to the product of the concentration of the molar concentration of the reacting species in the product A യും B യും ആണ്. അതിന്റെ with each concentration term raised to the power equal to power എന്തിന് ഈക്വൽ ആയിരിക്കണം? raised to the power which is equal to the stoichiometric coefficient or numerical coefficient of that species. A ആണെങ്കിൽ ഏതാ സ്പീഷീസ് നോക്കാം, ആ സ്പീഷീസിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്, അത് കാണിക്കുക. എ ബിയുടെ നോക്കുക, കറസ്പോണ്ടിങ് ബിയുടെ ലെഫ്റ്റിലുള്ള നമ്പർ എന്താണ്? ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഓർ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ബി. കണ്ടോ, അതാ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഫോർ എ ജനറൽ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് reacting species with each concentration term raised to the power equal to the stoichiometric coefficient of that species in a chemical reaction. This law is called law of mass action എന്ന് വിളിക്കുന്നു. law of mass action പ്രകാരമാണ് നമ്മൾ ഈ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ law of mass action പ്രകാരം ക്ലിയർ ആണ്. law of mass action, rate equal to or proportion to the concentration of A into concentration of B. ഇവിടെ concentration A concentration for hypothetical reaction A plus B gives C plus D എന്ന് വിചാരിക്കാം. Rate of reaction proportional to A product of the molar concentration of A and B reacting species ആണ് എടുത്തിരിക്കുന്നത്. Or rate equal to K into concentration of A into concentration of B. ഇവിടെ റേറ്റ് ഈക്വൽ പ്രൊപ്പോർഷണലിനെ ഇതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആക്കി മാറ്റി ഈക്വൽ സൈൻ ആക്കി K into concentration of A into concentration of B. ഇത് റിയാക്ടിംഗ് സ്പീഷീസ് അഥവാ റിയാക്ടൻസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ദിസ് K is called proportionality constant or rate constant എന്ന് വിളിക്കുന്നു. rate constant, ഈ K നെ വിളിക്കുന്നു rate constant or velocity constant എന്ന് വിളിക്കും. velocity constant or specific reaction constant, specific reaction constant, reaction rate എന്ന് വിളിക്കാം. നമുക്ക് അതിനെ പ്രകാരം വിളിക്കാവുന്നു. specific reaction rate എന്ന് വിളിക്കാം. specific reaction rate. so rate equal to K into concentration of A into concentration of B. നമുക്ക് റേറ്റിനെ അപ്പോൾ എന്ത് വിളിക്കുക? ഈ K നെ വിളിക്കാം. K നെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ K എങ്ങനെ വരുന്നു? ഫോർ എ ഹൈപ്പോ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ A plus B gives C plus D. ഇവിടെ ഞാൻ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നും കാണിച്ചില്ല, 1 ആണ്. So rate of this chemical reaction is proportional to the concentration, molar concentration, product of the molar concentration of A and B or reactants with each concentration term raised to the power equal to the stoichiometric coefficients of that species. ഇവിടെ 1 ആണ്, അതുകൊണ്ട് 1 ചെയ്തിരിക്കുന്നു. അപ്പോൾ റേറ്റ് പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ആക്കി റേറ്റ് ഈക്വൽ ടു K into concentration of A into concentration of B. So rate, this K is called proportionality constant. This proportionality constant is called rate constant
or velocity constant or specific reaction rate. എന്താണ് നമുക്ക് റേറ്റിനെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് നിർവചിക്കാം. We can define rate constant r rate equal to k. നമുക്ക് ഡിഫൈൻ ചെയ്യാം. what is rate constant? rate constant എന്ന് പറഞ്ഞാൽ k ആക്കാൻ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. ഈ കോൺസെൻട്രേഷൻ ഓഫ് a യും കോൺസെൻട്രേഷൻ ഓഫ് b യും നോക്ക്, ഇത് 1 ആവാം കോൺസെൻട്രേഷൻ, ഇതും 1 ആവാം, 1 into 1. അതായത് സിൻസ് കോൺസെൻട്രേഷൻ ഓഫ് a ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് b ഈക്വൽ ടു 1 mol per liter അല്ലേ, 1 mol per liter ആണെങ്കിൽ 1 into 1, അപ്പോൾ ഇതാണ് k into 1 into 1, k rate equal to k ആയി മാറി. so this is the definition of k. k യുടെ ഡെഫിനിഷൻ എന്താണ്? k യുടെ ഡെഫിനിഷൻ we can define k specific എന്താണ് പറയുന്നത്, റിയാക്ഷൻ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും, or velocity constant എന്ന് വിളിക്കും. so velocity constant or rate constant of a chemical reaction equal to the rate of that chemical reaction when concentration of the reacting species or reactants are unity, taken as unity. അത് യൂണിറ്റി അത് 1 ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് k നെ ഡിഫൈൻ ചെയ്യാം. so k equal to rate of reaction. k equal to rate of rate of constant is the reaction rate of reaction is the rate of reaction when the concentration of that reactants are taken as unity. അങ്ങനെ യൂണിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിലാണ് k equal to എന്തായി മാറിയ rate of reaction. ഏതോ റിയാക്ഷന്റെ റേറ്റ് ആണോ ആ റേറ്റ് സ്പീഡ് അതിന് ഈക്വൽ ആയിരിക്കും റേറ്റ് കോൺസ്റ്റന്റ് അഥവാ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് ഓർ വെലോസിറ്റി കോൺസ്റ്റന്റ്. എപ്പോൾ കണ്ടീഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഷുഡ് ബി ടേക്കൺ ആസ് യൂണിറ്റി. ആ യൂണിറ്റി ആക്കിയാൽ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. ഇതാണ് റേറ്റ് കോൺസ്റ്റന്റ് ഓർ വെലോസിറ്റി കോൺസ്റ്റന്റ് ഓർ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ്. ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക റിയാക്ഷൻ റേറ്റ്, ഇപ്പോൾ ജനറൽ റിയാക്ഷൻ എന്താണ്, ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ എന്താണ് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡിഫൈൻ റേറ്റ് കോൺസ്റ്റന്റ് അറിയാം എന്താണുള്ളത്, റിയാക്ഷൻ റേറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റിയാക്ഷൻ ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിൽ നേരത്തെ നോക്കിയ മാതിരി CCBD ആണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു k into product of the reactants, like molar concentration of reactants with each term raised to the power stoichiometric coefficient a b. ഇതാണ് പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ. that means minus reactants സൈഡ് ആക്കുമ്പോൾ നമുക്ക് മൈനസ് d of reactants divided by dt ടൈമിനനുസരിച്ച് ഈക്വൽ ടു k into concentration of a into concentration of b raised to the power b അല്ലേ. this is the rate of a reaction for a hypothetical reaction or general reaction a plus bb is cc plus dv. ഇത് എന്ത് പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ ഈ ടേമിൽ as per law of mass action. അപ്പോൾ ചോദിക്കുകയാണ് ഇത് എപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ ഞാൻ എന്താണ് എഴുതാൻ കാരണം, അങ്ങനെ പവർ ഇട്ടിട്ട് പ്രൊഡക്റ്റ് ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസിന്റെ പ്രൊഡക്റ്റ് എഴുതിയിട്ട് വിത്ത് ഈച്ച് കോൺസെൻട്രേഷൻ ടേം റേസ് ടു ദ പവർ ഈക്വൽ ടു ദ സ്റ്റോക്കിയോമെട്രിക് നമ്പർ ഓർ സ്റ്റോക്കിയോമെട്രിക് എന്താ പറയാ വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദാറ്റ് സ്പീഷീസ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. അതിലാണ് എഴുതിയിരിക്കുന്നത്. അത് ആസ് പെർ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരമാണ് ഇങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ഓർ വെലോസിറ്റി കോൺസ്റ്റന്റും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയണമെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റിന്റെ കെയുടെ വാല്യൂ അറിഞ്ഞാൽ നമുക്ക് റിയാക്ഷന്റെ സ്പീഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്, characteristics of rate constant k or velocity constant. നമുക്ക് റിയാക്ഷന്റെ സ്പീഡ് ഹയർ ദ വാല്യൂ ഓഫ് k ആണെങ്കിൽ the reaction is much faster. റിയാക്ഷന്റെ സ്പീഡ് വളരെ അധികമായിരിക്കും ഈ കെയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ. നിങ്ങൾക്ക് എൻട്രൻസിലേക്ക് തരാം കെയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ കെയുടെ വാല്യൂ ഉണ്ടെങ്കിൽ the rate of reaction is എന്താ പറയുന്നത് is at higher എന്താ പറയുന്നത് അല്ലെങ്കിൽ is at faster റേറ്റിലായിരിക്കും റിയാക്ഷന്റെ സ്പീഡ്. അപ്പോൾ it gives a knowledge about the speed of a rate chemical reaction. ഈ അതിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് it gives the speed of a chemical reaction. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ പഠിച്ചു കഴിഞ്ഞു
രണ്ടാമത്തത് ഈച്ച് റിയാക്ഷൻ ഹാസ് എ ഡെഫിനിറ്റ് വാല്യൂ ഓഫ് കെ. ഓരോ റിയാക്ഷനും ഡെഫിനിറ്റ് വാല്യൂ, ഒരു റിയാക്ഷൻ ഇന്ന പെർട്ടിക്കുലർ റിയാക്ഷന് അതിന്റെ കെ ഉണ്ടാവും വാല്യൂ അറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്. അതേ റിയാക്ഷന് തന്നെ വേറെ കെ കിട്ടും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. സോ എന്താ പറയുക, ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ ദർ ഇസ് എ ഫിക്സ്ഡ് വാല്യൂ ഫോർ കെ അറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇപ്പൊ രണ്ടെണ്ണം പഠിച്ചു. പിന്നെ the value of k varies with the temperature. ഈ കെയുടെ വാല്യൂ എന്താണ്, ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വേരി ചെയ്യും. അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് വേരി ചെയ്യും. കാരണം റിയാക്ഷന്റെ സ്പീഡ് ഇവിടെ മാറുന്നത് കൊണ്ടാണ് അതിന്റെ സ്പീഡിൽ വ്യത്യാസം, കെയുടെ വാല്യൂ മാറുന്നത്. കൂടാതെ ഇതിന്റെ വാല്യൂ എല്ലായ്പ്പോഴും നമുക്ക് റിയാക്ഷന്റെ സ്പീഡ്, റേറ്റ് ഓഫ് റിയാക്ഷൻ എല്ലായ്പ്പോഴും റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കെ വാല്യൂ, റേറ്റ് കോൺസ്റ്റന്റ് ഒരിക്കലും നെവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് വേറാസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. വേറാസ് റേറ്റ് കോൺസ്റ്റന്റ് or k, velocity constant k or specific reaction rate does not dependent with the dependent with the constant of the reactants. അതും ഒരു കെയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ യൂണിറ്റ്സ് ഉണ്ടാവും. കെയുടെ യൂണിറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഡർ ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ ഓർഡർ ഉണ്ട്, 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ പഠിക്കും. അതിൻ്റെ ഓർഡർ, ഓർഡർ ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കെയുടെ യൂണിറ്റ്സ് വരുന്നത്. അതെന്താണെന്ന് അടുത്ത ക്ലാസ്സുകളിലേക്ക് നോക്കാം. അപ്പോൾ കെയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കെയുടെ വാല്യൂ വെച്ചിട്ട് വി ക്യാൻ ഡിസൈഡ് വെദർ ദ റിയാക്ഷൻ ഈസ് ഇൻ എ സ്പീഡ് ഓർ അല്ലെങ്കിൽ സ്ലോ ആണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ ഹയർ ദ വാല്യൂ ഓഫ് കെ മീൻസ് ദ റിയാക്ഷൻ ഈസ് അറ്റ് ഫാസ്റ്റ് റേറ്റ്. രണ്ടാമത്തെ കെ ഗീവ്സ് എന്താ പറയുന്നത്, കെ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിയാക്ടിങ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. And K is depend upon the temperature, or it changes with the varies with the temperature. For each particular reaction have definite value of K at particular temperature, and the value of K and the units of K depends upon the order of the chemical reaction. ഇതാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ പഠിച്ചിരിക്കുന്നത് ലോ ഓഫ് മാസ് ആക്ഷൻ. ആ ലോ മാസ് ആക്ഷൻ വെച്ചാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് proportional, directly proportional. In the proportion, directly proportional to the molar concentration of the reactant species, product of the molar concentration of the reactant species, with each term, each concentration term raised to the power equal to the stoichiometric coefficients of that species in the chemical reaction. അവിടെ നിന്ന് റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, പ്രൊഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, or rate equal to K into product of the concentration of the reactants. This K equal to എന്താണ്, R, when constant of the reactants is taken as unity. K equal to R, rate of the reaction ആക്കി മാറ്റാം. അപ്പോൾ when constant of the reactants are taken as unity, and അതിൽ നിന്നാണ് K എന്ന വാല്യൂ വരുന്നത്. അപ്പോൾ ഏത് ലോയിൽ നിന്നാണ് K വരുന്നത്? As per law of mass action. അതൊരു this is the law of mass action. എന്താണ്? It's a generalization of a qualitative relationship between the rate of a reaction and the concentration of the reactants. Okay.